ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എത്തിയപ്പോൾ നേരെ നോക്കിയത് കിളിക്കൂട്ടിലാണ് കേട്ടോ. വയനാട് ടൂർ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. പക്ഷേ ഒരു കിളിയും വന്നില്ല, നോക്കലും മാത്രം ബാക്കിയില്ല. എപ്പോഴും വരുമായിരിക്കും അല്ലേ. അയ്യോ സമയമില്ല കേട്ടോ. നേരെ കിച്ചണിലേക്ക് പോയി നല്ല ലൈമെല്ലാം കളിക്കിയിട്ടുണ്ടായിരുന്നു. മക്കളും ഉമ്മയും കൂടി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല, വേഗം അങ്ങ് ഒരു കുറ്റി പുട്ട് അങ്ങ് ചുട്ടോട്ടെ. കാരണം അവർക്ക് പിന്നെ ഈ സ്നാക്സും കാര്യങ്ങളൊന്നും ഓയിൽക്കടയൊന്നും ഇഷ്ടമല്ല. അപ്പം നോമ്പവർക്ക് എന്തെങ്കിലും ഫുഡാണ് വേണ്ടത്. അപ്പം ഞാൻ നേരെ ഒരു കുറ്റി പുട്ട് അങ്ങ് ചുട്ടു. അപ്പം രാവിലെ തന്നെ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചു, ഫ്രൂട്ട്സ് എടുത്ത് വെച്ചു, സ്നാക്സ് എടുത്ത് വെച്ചു, ലൈം എടുത്ത് വെച്ചു. അങ്ങനെ ടേബിൾ സെറ്റാക്കി അങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ വൈകുന്നേരം രാവിലെ കുറച്ച് പണികൾ ചെയ്ത് സെറ്റാക്കിയ പിന്നെ വൈകുന്നേരം കുറച്ചധികം പണി ഉമ്മാക്ക് ചുരുങ്ങും. അപ്പം ആ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പറാണ്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോസ് പിന്നീട് ചെയ്യാം കേട്ടോ. ഹലോ മുത്തുമണീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ ഐറ്റംസ്. അങ്ങനെ ചൂടോടെ ഞാനൊരു കുറ്റി പുട്ട് അങ്ങ് ചുട്ട് കേട്ടോ. കാരണം ഇപ്പം വരും ആൾ, പിന്നെ എന്താ പറയുക, രാത്രി ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു കടമ്പ അങ്ങ് തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാങ്ക് എടുക്കേണ്ട സമയം ആവാറായി. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഇന്ന് സ്പെഷ്യൽ, ഇതിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പെഷ്യലായിട്ട് എന്താണെന്നറിയാം. അതൊന്നുമല്ല കേട്ടോ, നമ്മളെല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരേ ഒരു ഐറ്റം ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. കാരണം ഇത് തിന്നാത്ത ആൾക്കാരുണ്ടാവില്ല. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. കാരണം അത് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതാണ് നമ്മുടെ ആ സ്പെഷ്യൽ ഐറ്റം ഉന്നക്കായ കേട്ടോ. ഇത് ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല ഞാൻ ഇത് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ വന്നപ്പോഴാണ് പാവം അതെല്ലാം ഉണ്ടാക്കി വെച്ചത് കാണുന്നത്. അവന്മാരെ ഇടങ്ങാറാക്കണ വെച്ചിട്ട് 1-2 കടികൾ ചെറിയ അത്ര ഐറ്റംസ് അല്ലേ വേണ്ട, അതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അൽഹംദുലില്ലാഹ് ബാങ്ക് കൊടുത്തു. ഇന്നത്തെ ദിവസം 7 നോമ്പാണ് കേട്ടോ. അങ്ങനെ 7 നോമ്പും കടന്ന് 8ാമത്തെ നോമ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ കുറച്ച് ചെറിയ കാര്യത്തിലൊക്കെ ഉള്ളൂ. അപ്പം നാളെ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.